ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ്. അതുപോലെ DTDC വഴിയാണ് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. 2 ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അതുപോലെ പരമാവധി കോളുകൾ ചെയ്യാതെ കോളുകൾ ഒഴിവാക്കുക. പരമാവധി മെസ്സേജിന് റിപ്ലൈ നമ്മൾ തരുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടിയെന്ന് വരില്ല. എന്നാലും മെസ്സേജ് നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും പരമാവധി കോളുകൾ ഒഴിവാക്കി വാട്സപ്പിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലും മെസ്സേജ് അയക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് റംബൂട്ടാന്റെ തൈകളാണ് കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡ് ചെയ്തിട്ടുള്ള തൈകളാണ്. നല്ല അടിപൊളി തൈകളാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ ഒരു വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിലും വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ വലിയ പ്ലാന്റുകൾ നമുക്ക് കൊറിയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വലിയ പ്ലാന്റിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വലിയ പ്ലാന്റ് നമുക്ക് അയക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വന്നേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. NITയുടെ വെറൈറ്റി ആണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 250 രൂപയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കും. അടുത്ത് വരുന്നത് ജംബോട്ടിക്കാവയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് വന്നേക്കുന്നത്. ഹൈബ്രിഡ് റെഡ് വെറൈറ്റി ആണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള തൈകളാണ്. നല്ല ബുഷായിട്ടുള്ള തൈകൾ തന്നെയാണ് കേട്ടോ. നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ജംബോട്ടിക്കാവ അല്ലെങ്കിൽ മരമുന്തിരി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഒരു 2-3 വർഷം കൊണ്ടൊക്കെ നിറയെ കായ്കൾ ലഭിക്കും. നല്ല ഫ്ലഷി ആയിട്ടുള്ള കായ്കളാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും മധുരമുള്ള പ്ലാന്റുകളാണ് വരുന്നത്. പഴങ്ങളാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 450 രൂപയാണ്. അടുത്ത് വരുന്ന റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിന്റെ തൈകളാണ് കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ്. ഇത് നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു വെറൈറ്റിയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിന്റെ തൈകൾ. അപ്പോൾ നല്ല പഴങ്ങളും നല്ല മധുരമുള്ള ടേസ്റ്റുള്ള പഴങ്ങളാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 350 രൂപയാണ്. അടുത്ത് വരുന്നത് കിങ് കോങ് എന്ന് പറയുന്ന ചാമ്പ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ തന്നെയാണ് വന്നേക്കുന്നത്. കിങ് കോങ്ങിന്റെ ചാമ്പ വെറൈറ്റി നല്ല തായ്ലൻഡ് വെറൈറ്റിയാണ്. അടിപൊളിയായിട്ടുള്ള തൈകളാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 300 രൂപയാണ്. അടുത്ത് വരുന്ന അബിയുവിന്റെ തൈകളാണ്. അബിയു നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് വന്നേക്കുന്നത്. നമുക്ക് ഒരു 2-3 വർഷം കൊണ്ടൊക്കെ നമുക്ക് ഫലം ലഭിക്കുന്ന പ്ലാന്റ് തന്നെയാണ് അബിയു. നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 200 രൂപയാണ്. അടുത്ത് വരുന്ന ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ തൈകളാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നല്ല പെട്ടെന്ന് തന്നെ അറിയിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം. 300 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്നത് ചെറുനാരകത്തിന്റെ തൈകളാണ്. ഒരുപാട് ആൾക്കാർ ചെറുനാരകത്തിന്റെ തൈകൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ ചെറുനാരകത്തിന്റെ കുറച്ച് തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി തൈകളാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 250 രൂപയാണ്. അടുത്ത് വരുന്ന VNRന്റെ പേരയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഹോം ഗ്രോണിന്റെ തൈകളാണ്. അത്യാവശ്യം ഇത് കണ്ടില്ല, ചിലതിലൊക്കെ കായകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി തൈകളാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് VNRന്റെ പേര്, അതായത് നമ്മുടെ വൈറ്റ് പേരയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ വൈറ്റ് പേരയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു തൈയാണ് VNRന്റെ പേരുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. 1 വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 300 രൂപയാണ്. അടുത്ത് വരുന്ന ജപ്പാൻ സീഡ്ലെസ് പേരയാണ് കേട്ടോ. കുരു ഇല്ലാത്ത പേര, നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. നമുക്ക് നല്ല രീതിയിൽ നല്ല ആപ്പിൾ കഴിക്കുന്ന പോലെയുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ. കാരണം കുരു ഇല്ല, അത്രയും നല്ല ടേസ്റ്റുള്ള പഴങ്ങളാണ് ജപ്പാൻ പേരയുടെ സീഡ്ലെസ് പേര വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. 300 രൂപയാണ് ഇതിൻ്റെ വില. അടുത്ത് വരുന്ന ബുഷ് ഓറഞ്ചിന്റെ തൈകളാണ്. നമുക്ക് നല്ല ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് ബുഷ് ഓറഞ്ച്. നമുക്ക് പിന്നെ പെട്ടെന്നൊരു ഷെയ്ക്കൊക്കെ തയ്യാറാക്കാനായിട്ട്, നല്ല ഓറഞ്ച് ഷെയ്ക്കൊക്കെ തയ്യാറാക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് നമ്മുടെ ഈ ബുഷ് ഓറഞ്ച്. നമുക്ക് നേരിട്ട് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നല്ല പുളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഓറഞ്ച് ഷെയ്ക്ക് അടിച്ച പോലെ ഉണ്ടാവും. അത്രയും പിന്നെ ടേസ്റ്റി ആയിട്ടുള്ള പഴങ്ങളാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. 250 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ബനാന മാങ്കോയുടെ തൈകളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ബഡ് ചെയ്തിട്ടുള്ള തൈകളാണ് വന്നേക്കുന്നത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല സീഡൊക്കെ വളരെ ചെറിയ സീഡായിരിക്കും ഇതിൻ്റെ. അതുപോലെ നല്ല ഫ്ലഷ് ആയിട്ടുള്ള മാങ്ങയായിരിക്കും ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 280 രൂപയാണ്. 280 ആണ് ഇതിൻ്റെ വില വരുന്നത്.
അടുത്ത് വരുന്ന ബ്ലാക്ക് ഡയമണ്ടിന്റെ പേരാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളാണ് വന്നേക്കുന്നത്. ചിലതിലൊക്കെ ഇങ്ങനെ പൂക്കളും കായകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള തൈകളാണ്. ഒരു വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ കായകൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 350 രൂപയാണ്. അടുത്ത വരുന്നത് തായ് പിങ്ക് പേരയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആണ് തായ് പിങ്കിന്റെ വെറൈറ്റി. നല്ല ഹോം ഗ്രൗണ്ട് തൈകളാണ് വന്നേക്കുന്നത്. ചിലതിലൊക്കെ ഇങ്ങനെ കായകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ പ്ലാന്റുകൾ നമുക്ക് കാഴ്ച കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 250 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന കുറ്റിക്കുരുമുളകിന്റെ തൈകളാണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്ലാന്റാണ് കുറ്റിക്കുരുമുളക്. കുറ്റിക്കുരുമുളക് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ്. നമുക്ക് മരത്തിലൊന്നും കയറ്റി വിടാതെ നമുക്ക് സാധാ കുരുമുളക് നമ്മൾ മരത്തിലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫലം എടുക്കണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറ്റിക്കുരുമുളക് കുറച്ച് ഫലങ്ങൾ കുറവായാലും ഒരു 10 ചട്ടിയിലൊക്കെ നമുക്ക് വളർത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം അതിലുപരിയായിട്ട് നമുക്ക് അതിന്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. 120 രൂപയാണ്. ഇത് ചെടി മുരിങ്ങ അല്ലെങ്കിൽ കുറ്റി മുരിങ്ങ എന്ന് പറയുന്ന മുരിങ്ങ വെറൈറ്റിപ്പെട്ട നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഏകദേശം ഒരു മീറ്ററോളം നീളത്തിൽ ഇതിന്റെ കായ്കൾ ഉണ്ടാവും. അത്രയും വലിപ്പമുള്ള കായ്കളാണ്, അത്രയും ഫ്ലഷ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപക്ഷെ മുരിങ്ങയൊക്കെ നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അയക്കുന്ന സമയത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് അത് നിങ്ങളുടെ റിസ്കിൽ മാത്രം മേടിക്കാം മുരിങ്ങയൊക്കെ കേട്ടോ. 50 രൂപയാണ് ഇതിന്റെ വില വരുന്നത് കേട്ടോ. അടുത്ത് വരുന്ന ഗ്രാമ്പൂന്റെ തൈകളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ തൈകളാണ് വന്നേക്കുന്നത്. ഇത് ഒരു വലിപ്പമുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. നമുക്ക് ഗ്രാമ്പൂ ഒക്കെ നമ്മുടെ പറമ്പിന്റെ സൈഡിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന അത്യാവശ്യം കുറച്ച് വലിപ്പം വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കോർണറിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. 80 റുപ്പീസാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന മാംഗോസ്റ്റിന്റെ തൈകളാണ്. ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. സീഡ്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 250 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ